ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിഷമിച്ചിരിക്കും. എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ ദാവീദ് അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ അതൊരു അനുഭവത്തിൻ്റെ വലിയൊരു നിരയോടുകൂടിയാണ് ദാവീദ് അങ്ങനെ എഴുതുന്നത്. നമുക്കറിയാം ബാലസിംഹങ്ങളുടെ കാര്യം. ഒരു അമ്മ സിംഹം അതിൻ്റെ പ്രസവകാലം അടുക്കുന്നതിന് അല്ലെങ്കിൽ അതിന് സമയമാകുന്നതിന് മുൻപ് ഏറ്റവും ചെറിയ ഇരകളെ ധാരാളമായി കിട്ടുന്ന ഏതെങ്കിലും കുറ്റിക്കാടിൻ്റെ ഭാഗങ്ങൾ എവിടെയുണ്ടെന്ന് നേരത്തെ നോക്കി വയ്ക്കും. അതിനുശേഷം അങ്ങനെയുള്ള ഒരു കുറ്റിക്കാട്ടിൻ്റെ ഭാഗത്തേക്ക്, അതൊരു പക്ഷെങ്കിൽ ഉൾക്കാടായിരിക്കത്തില്ല, വനത്തിൻ്റെ ഉൾപ്രദേശമായിരിക്കില്ല, ഇങ്ങ് പുറത്തു വന്നിട്ട് ചെറിയ ചെറിയ ഇരകൾ എവിടെയൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള സ്ഥലത്തെ കേന്ദ്രീകരിച്ചും കൊണ്ട് ഒരു ചെറിയ കാട്ടിലായിരിക്കും അമ്മസിംഹം പ്രസവിക്കുന്നത്. അതിൻ്റെ കാരണം ചില ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് അവർ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം വേണം. അതിനുവേണ്ടി ഈ അമ്മസിംഹം പോയി വേട്ടയാടി അവർക്ക് പെട്ടെന്ന് അതിന് മാംസം കൊണ്ട് കൊടുക്കുന്ന ഇരയെ കൊണ്ട് കൊടുക്കുവാൻ, ആ ഇര പിടിക്കുന്നതെങ്ങനെയെന്ന് അവരെ അഭ്യസിപ്പിക്കുവാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ അമ്മസിംഹം ഇരയെ തേടി പോയിരുന്നാൽ ചില ദിവസങ്ങളോളം അത് വീട്ടിൽ വരില്ല. ഇവർക്ക് ഭക്ഷിക്കാൻ തക്കതായ ഒരു ഇരയെ കിട്ടിയതിന് ശേഷമേ അമ്മസിംഹം വീട്ടിലേക്ക് വരികയുള്ളൂ. അതുവരെയും ആ ചെറിയ ബാലസിംഹങ്ങൾ അമ്മയെ പ്രതീക്ഷിച്ചും കൊണ്ട് ആ കൂടിൻ്റെ അല്ലെങ്കിൽ അവർ ജനിച്ചു വീണ ആ സ്ഥലത്തിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ ദൂരെ കാത്തു നിൽക്കും. അമ്മ വരുന്നുണ്ടോ, അമ്മ വരുന്നുണ്ടോ. അമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കയ്യിൽ ഇര കാണും. ഏതെങ്കിലും ഒരു ഇരയും കൊണ്ടേ അമ്മ കൂട്ടിലേക്ക് വരികയുള്ളൂ. ഒരിക്കലും ആ അമ്മ വെറും കൈയായിട്ട് ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഏതെങ്കിലും രീതിയിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര ദൂരേക്ക് യാത്ര ചെയ്താണെങ്കിലും ശരി, അവർക്ക് വേണ്ടി ഒരു ഇരയുമായിട്ടായിരിക്കും ആ തള്ളസിംഹം കടന്നു വരുന്നത്. ഇവിടെ ദാവീദ് പറയുന്നു, ഇങ്ങനെയുള്ളതായ ബാലസിംഹങ്ങളും ചിലപ്പോൾ ഇര കിട്ടാതെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കും, ദാഹിച്ചിരിക്കും, വിശന്നിരിക്കും. എങ്കിലും അങ്ങനെയുള്ളൊരു അനുഭവം സാധാരണ സംഭവിക്കാറില്ല. എന്നാലും അവർക്കങ്ങനെ സംഭവിച്ചാലും ശരി, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ അല്ലെങ്കിൽ ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാനെ സംബന്ധിച്ചിടത്തോളം ഈ ബാലസിംഹത്തെക്കാളും വളരെ വിശേഷതയേറിയ ഒരു സംഭവമാണെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബാലസിംഹങ്ങളെക്കാൾ കൂടുതൽ ഒരു നീതിമാൻ കണ്ണുനീരൊഴുക്കുവാൻ പാടില്ല, അവൻ്റെ ഭവനത്തിൽ ഒരു കഷ്ടതയുണ്ടാകുവാൻ പാടില്ല എന്ന് സ്വർഗത്തിന് വലിയ നിർബന്ധമുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, നീതിമാൻ്റെ അനർത്ഥം അസംഖ്യമാണെങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. അനേകം അനർത്ഥങ്ങളിൽ പോയി ആ നീതിമാന് പല ട്യൂഷൻ കിട്ടും, പല പാഠങ്ങൾ അവന് പഠിക്കുവാനുണ്ടായിരിക്കും. ആരാണ് അവൻ്റെ മിത്രം, ആരാണ് ശത്രു എന്നൊക്കെ അവന് നല്ല ബോധ്യമുണ്ടാകും. ആ ബോധ്യത്തിലേക്ക് അവൻ വരുന്നിടം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് പല രീതിയിൽ പല അനർത്ഥങ്ങളിലേക്ക് ഒരു നീതിമാനെ കടത്തിവിടും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കൂ, യോബ് വളരെ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, അനേകർക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു, അനേകരെ സഹായിക്കുന്നവനായിരുന്നു. അനേക കഷ്ടങ്ങളിലിരിക്കുന്നവരെ, വിശന്നിരിക്കുന്നവരെ അവന് പോഷിപ്പിച്ചിരുന്നു. അതെല്ലാം നമുക്ക് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ഒരു ദിവസം ഇതാ അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി യോബിൻ്റെ മേൽ ദൈവം കടത്തിവിട്ടുകൊണ്ടിരുന്നു. എങ്കിലും യോബ് ക്ഷീണിച്ചില്ല. കാരണം അതിൻ്റെ അവസാനം അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് യോബിന് വലിയൊരു വെളിപ്പാട് കിട്ടി. ദൈവം തന്നിട്ടുള്ളതിനെയാണ് ദൈവം എടുത്തത്, ദൈവം തരാത്തതിനെ ഒന്നും ദൈവം തൊട്ടിട്ടില്ല എന്ന് യോബിന് മനസ്സിലായി. എന്നാൽ ദൈവം തരുന്നതിനെ ഒക്കെയും ദൈവത്തിന് എടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്ന്
അവൻ മനസ്സിലാക്കിയപ്പോൾ ഇതാ അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം കടന്നു വരുന്നു, ഒരു പ്രത്യാശ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. അനേകം അനർത്ഥങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുപക്ഷെങ്കിൽ ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ നാം നീതിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നീതിമാനായിരിക്കുക. നിൻ്റെ കഷ്ടങ്ങളിൽ നിന്നൊരു വിടുതൽ ദൈവം തീർച്ചയായിട്ടും തരും. എന്ത് കഷ്ടങ്ങളിൽ നിന്നാണ് നാം വിടുതൽ ആഗ്രഹിക്കുന്നതെന്നും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി അനേക കഷ്ടങ്ങൾ നമ്മൾ സഹിക്കാറുണ്ട്. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതിനാൽ പല കഷ്ടങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടുന്ന വിഷയത്തിൽ വിരുദ് പ്രാപിക്കുവാൻ നമുക്ക് അനേക കഷ്ടങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കഷ്ടങ്ങളുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമുക്ക് വരുത്തിത്തരുന്നതായ അനേക ട്രാപ്പുകളുണ്ട്. ഇതെല്ലാം ദൈവം തന്നെ ഭാരമേറ്റ് നടത്തുന്നതായ പരീക്ഷകളാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം മറ്റുള്ളവരെ അനർത്ഥത്തിലേക്ക് വീഴ്ത്താൻ പോകാതിരുന്നാൽ നമ്മുടെ അനർത്ഥങ്ങളിൽ നിന്ന് എപ്പോഴും ദൈവം ഒരു കാവൽ ഏർപ്പെടുത്തും. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവം കാവൽ നിൽക്കും. നാം ജോലി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് ചുറ്റും ദൈവം കാവൽ നിൽക്കും. നാം ഈ ലോകത്തിൽ പലരോടും പല രീതിയിലും ഇടപെടുമ്പോൾ നമ്മളിൽ നിന്ന് അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി കാവൽ നിൽക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഭവനത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് വേണ്ടതിനൊക്കെയും ദൈവം കാവൽ നിൽക്കുമ്പോൾ അതിൽ വലിയ ഭാഗ്യം ലോകത്തിൽ വേറെ ഒന്നുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നോക്കൂ. ബാലസിംഹങ്ങൾ ഒരു സിംഹത്തിൻ്റെ കുഞ്ഞിന് എങ്ങനെ ഇര തേടിക്കൊടുക്കണമെന്ന് ആ തള്ളസിംഹത്തിന് നല്ലതുപോലെ അറിയാം. എങ്കിലും അത് പിഴച്ചു പോയിരുന്നാലും ശരി, അവരുടെ ഉന്നം ഫലിക്കാതെ പോയിരുന്നാലും ശരി, ദൈവത്തിൻ്റെ ഉന്നം ഫലിക്കാതെ വരികയില്ല. അത് നിന്നെ കാക്കും, അത് നിന്നെ സൂക്ഷിക്കും. എന്നാൽ നമ്മൾ അടിക്കടി ഭാരങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടു പോവും, തളർന്നു പോവും. അയ്യോ, എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ദൈവത്തെ അറിയുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? എത്ര നാളായി ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും. പ്രിയ ദൈവ പൈതലേ, നീ നീതിമാനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പലപ്പോഴും പല തടസ്സങ്ങളും പല താമസങ്ങളും ഉണ്ടെങ്കിലും ശരി, അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു താമസമല്ല, അതൊരു മുടക്കമല്ല. ദൈവം അതിൻ്റെ പിന്നിൽ അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ അന്ത്യത്തിലാണ്. ആരംഭത്തിൽ നമുക്ക് പല ഭയങ്ങളുണ്ടാകും. അതാണ് ദാവീദ് ഇതേ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഈ ഭയമാണ് പല അനർത്ഥങ്ങളിലേക്ക് നമ്മളെ നയിക്കുമാറാക്കുന്നത്. അനേക അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ നമ്മളെ അശക്തരാക്കുന്നതിൻ്റെ കാരണം നമ്മളിൽ വസിക്കുന്ന ഭയമാണ്. ദൈവം മനുഷ്യനെ കാണുമ്പോഴൊക്കെയും, മനുഷ്യന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുമ്പോഴൊക്കെയും ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഈ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഭയപ്പെടുന്ന മനുഷ്യനിൽ നിന്ന് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ മരണമെങ്കിൽ മരണം വരട്ടെ, ജീവനെങ്കിൽ ജീവൻ വരട്ടെ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് നാം തന്നെ ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഇതാ ഒരു ഭയത്തിന് നമ്മെ തോൽപ്പിക്കാൻ കഴിയാതെ, അനർത്ഥങ്ങൾക്കൊന്നും നമ്മെ കെടുത്തിക്കളയുവാൻ കഴിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ജീവനും സമൃദ്ധിയായ ജീവനും വർദ്ധിക്കുന്നതിനിടയായിത്തീരും. നമ്മുടെ കണ്ണുകൾ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിൽ നിരാശയുടെ വാക്കുകൾ വരികയില്ല. എന്താണെന്നറിയാമോ? യഹോവ എനിക്കായി കരുതുന്നുണ്ട്, അവൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടും. ചിലപ്പോൾ താമസിക്കുന്നതൊക്കെയും ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ കൂടെ ചിന്തിക്കുമ്പോഴാണ് ആ താമസം ഉണ്ടാകുന്നതെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഒരു വിടുതലിനെ കൽപ്പിക്കും.
അതാണ് നീതിമാൻ്റെ ചിന്താഗതി. ഒരു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് അനേക അനുഭവങ്ങളിൽ കൂടെ അവനെ കടത്തിവിടേണ്ടതിന് അനേക പാഠങ്ങൾ അവനെ പഠിപ്പിച്ച് ദൈവത്തിന് അവനെ സമ്പൂർണ്ണമായി നയിക്കുവാൻ തക്കതായ ഒരു ആയുധമായി തീരുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനെ പല കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിട്ടേക്കാം, പല പരീക്ഷകളിൽ കൂടെ കടത്തിവിട്ടേക്കാം. എന്നാൽ തോൽക്കേണ്ട പരീക്ഷകൾ പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവസാനം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിപ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോൽവിയുടെ സ്ഥാനത്തൊക്കെയും ദൈവം വന്ന് വിജയകരമായ പല അനുഭവങ്ങൾ നമുക്കുണ്ടാക്കി തരും. ദൈവത്തിന് സ്തോത്രം. ആരംഭത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മളെ ജയിപ്പിച്ചെന്നിരിക്കത്തില്ല, നാം ജയിച്ചു എന്നിരിക്കത്തില്ല. പക്ഷെങ്കിൽ അനേക അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങൾ ചിലതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ചിലതെല്ലാം നമ്മളെ അഭ്യസിപ്പിക്കുന്നു, ചിലതെല്ലാം നമുക്ക് നൽകിത്തരുന്നു, ചിലതെല്ലാം നമ്മുടെ ദോഷത്തിനല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളതായ ഒരു ചിന്ത, ഒരു ദൃഷ്ടി, ഒരു 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 യഹോവയുടെ പ്രവൃത്തിയെ കണ്ട് നമുക്കതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും അനേക കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഇടയാക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് വിശ്വാസ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം അതാണ്. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും നീ വിശന്നിരിക്കുകയില്ല. യഹോവ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അസാധ്യതകളെ ഒക്കെയും സാധ്യമാക്കി മാറ്റും. നിന്റെ ചുറ്റും ഇരയില്ലാഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ആ തള്ളസിംഹം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവം പല രീതിയിലാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ചിലർക്ക് വേണ്ടി ആലോചനയായി, ചിലർക്ക് സൗഖ്യമായി, ചിലർക്ക് വിടുതലായി, ചിലർക്ക് രോഗത്തിൻ്റെ അവസ്ഥയായും ദൈവം അവരോടുകൂടെ ഇരുന്ന് ദൈവം അവർക്ക് മതിയായവനാണെന്ന് അവരെ തെളിയിച്ച് കാണിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു നീതിമാന് മാത്രമേ ആ ദൃഷ്ടി, അവൻ്റെ ദൃഷ്ടിയിൽ കൂടെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നതായ വചനം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. അത്രയ്ക്ക് ബുദ്ധിയും ശക്തിയും കഴിവുമുള്ള മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ അവർ തോൽവിയടഞ്ഞെന്നിരിക്കും, അവർ ഉദ്ദേശിക്കുന്നിടത്ത് കിട്ടിയില്ലെന്നിരിക്കും. പക്ഷെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ പോകുന്നിടത്തൊക്കെയും നിനക്ക് വേണ്ടി കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാൻ എനിക്ക് കഴിയും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ആ ദൈവത്തിൻ്റെ മുഖത്തെ ഈ പ്രഭാതത്തിൽ ദർശിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഒരു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ആ അസംഖ്യമായ അനർത്ഥങ്ങൾ കണ്ട്, പരിശോധനയുടെ പുറകെ ഒന്നായി കൂടിക്കൂടി വരുന്ന അനർത്ഥങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട ദൈവ പൈതലെ, ദൈവം നിന്നെ അതിൽ നിന്നൊക്കെയും വിടിവിപ്പാൻ ശക്തനെന്ന് ഒരു സന്ദേശം ആ പരീക്ഷകളുടെ പിന്നിൽ കാണും. എൻ്റെ നാമത്തിൽ പരീക്ഷകളെ സഹിച്ചവരെ എന്നുള്ളതായ ഒരു വിളി അതിൻ്റെ ഒടുവിൽ നിനക്ക് ദർശിക്കുവാൻ കഴിയും, അത് ശ്രവിക്കുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം നിൻ്റെ നീതിയെ ദൈവം മുദ്രയിട്ടു എന്നാണ്. എന്നാൽ പല അനർത്ഥങ്ങളിലും നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല എങ്കിൽ അങ്ങനെ ഒരു ശബ്ദം നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുകയില്ല, നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുകയില്ല. എന്നാൽ ദാവീദിനെ പോലെ ഒരു നീതിമാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുണ്ടെങ്കിൽ അവൻ പറയും, നീതിമാൻ്റെ അനർത്ഥങ്ങൾ, അവൻ്റെ വീഴ്ചകൾ, അവൻ്റെ താഴ്ചകൾ, അവൻ്റെ ആവശ്യങ്ങൾ പലതാണെങ്കിലും അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിടുവിക്കുന്നു. അതിനവകാശിയായി നമ്മെ തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ആ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നു. അനർത്ഥങ്ങൾ അനവധി നിനക്ക് വന്നിരുന്നാലും ശരി, ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ വഴി നടത്തും. ഗോഡ് ബ്ലെസ് യു.